ഹായ്. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ വോട്ടെണ്ണുന്ന ദിവസം ജൂൺ വരെയുള്ള ആ ഒരു സമയം വരെയുള്ള കാത്തിരിപ്പാണ്. എന്തൊക്കെ ബഹളമായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലെത്തിയപ്പോൾ ഭാരതരി, പിന്നെ കുറേ നടക്കാത്ത വാഗ്ദാനങ്ങൾ അല്ലേ, പിന്നെ കുറേ മതപരമായിട്ടുള്ള കാര്യങ്ങൾ. അതൊന്നും എന്താണെന്ന് നമ്മൾ വിവക്ഷിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതിനുമപ്പുറമാണ് കാര്യങ്ങൾ. ഒന്നും നടക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് പെട്രോളിയത്തിൻ്റെ മാത്രം കുറച്ച് റേറ്റ് കുറച്ചാൽ പോരെ. ഏതൊരു ഭരണകൂടത്തിനായാലും പെട്രോളിയത്തിൽ വന്ന ഭീമമായ വർധനവാണ്, അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്റ്റുകളുടെ ഡീസൽ അടക്കമുള്ള പെട്രോൾ അടക്കമുള്ള നിത്യോപയോഗ സാധനം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ആളുകൾ ഉപയോഗിക്കുന്ന ഊർജ സ്രോതസ്സുകൾ അല്ലേ. അപ്പോൾ ഇവയുടെ വിലയിൽ മാത്രം വ്യത്യാസപ്പെടുത്തിയാൽ ഇന്ത്യയിലെ വിലക്കയറ്റത്തെയും തൊഴിലില്ലായ്മയും ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ വില നിയന്ത്രിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന വിലയുടെ ഒരു 50 രൂപയെങ്കിലും വില കുറച്ചൊക്കെ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഏതൊരു സർക്കാരിനും വളരെ പെട്ടെന്ന് ഇന്ത്യയിലെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും മറ്റു പ്രശ്നങ്ങളൊക്കെ വളരെ നല്ല രൂപത്തിൽ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് നമുക്ക് വെറുതെ പറയാനേ പറ്റൂ. കാരണം കഴിയില്ല. ആ കാശെടുത്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഓരോ പൗരനും അധ്വാനിക്കുന്ന പണമെടുത്തിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന ഗവൺമെൻറ് അല്ലേ, ഗവൺമെൻറ് സംവിധാനം കേന്ദ്ര തലത്തിൽ ഇത്തരമൊരു ഭരണ സംവിധാനത്തെ കൊണ്ടുപോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള, അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിൻ്റെ, മിഡിൽ ക്ലാസിൻ്റെ, അപ്പർ ക്ലാസിൻ്റെ ഒക്കെ ഒരു വളരെ വലിയ പങ്കാളിത്തത്തോടെ തന്നെയാണ്. അല്ലാതെ ഗവൺമെൻറ് ഇതൊന്നും ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ല. ഒരു അമ്പലത്തിൽ നിന്നും ഒരു പള്ളിയിൽ നിന്നും ഇതുപോലെ ഉള്ള വരുമാനമല്ല ഇവിടെ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും അതുതന്നെയാണ് കാര്യം. ഇവിടെയുള്ള ഓരോ പൗരൻ്റെയും അധ്വാനത്തിൽ നിന്ന് തന്നെയാണ് ഈ ഒരു രാഷ്ട്രം ഇത്തരത്തിൽ ഇതിൻ്റെ ഭരണകൂടം തിരിക്കപ്പെടുന്നതും അത് മുന്നോട്ട് പോകുന്നതും. അപ്പോൾ നിങ്ങളിവിടെ ഭാരത അരി കൊടുക്കുന്നു, ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഗിമ്മിക്കുകൾ കാണിക്കുന്നു, തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ഇതിലൊന്നും പ്രകടമായിട്ട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യവുമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ ഇങ്ങനെ കണ്ണിൽ പൊടിയിട്ട് മതം പറഞ്ഞുകൊണ്ടൊക്കെ എത്ര കാലത്തേക്ക് ജനങ്ങളെ മുന്നോട്ട് നിങ്ങൾക്ക് നയിക്കാനാവും? കഴിയില്ല. അപ്പോൾ അതിൻ്റെ പ്രകടമായ ചില ഉദാഹരണങ്ങൾ നമുക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ കാണാനും കഴിയുന്നുണ്ട്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തീർച്ചയായിട്ടും ചെറിയൊരു സംശയം അവരുടെ 400 സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഏത് തരത്തിലുള്ള ഭരണമാണെങ്കിൽ പോലും അല്പം വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടിവരും പലതരം ജനസമൂഹങ്ങൾ വസിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകളും മതേതരമായ കാഴ്ചപ്പാടുകളും കൊണ്ട് മാത്രമേ ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ട ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ വരേണ്ടത്. ആ നിലയ്ക്കുള്ള ഒരു ഭരണ സംവിധാനം വരും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഇന്ത്യയിലെ 100 കോടി വോട്ടർമാരിൽ വളരെ നല്ലൊരു ശതമാനവും. പിന്നെ മതാന്ധത തലയ്ക്ക് പിടിച്ച കുറച്ച് ആളുകൾ മാത്രം ഇതിന് വിപരീതമായി ചിന്തിക്കുന്ന വളരെ ചെറിയൊരു ശതമാനം. ആ ശതമാനത്തിനെ അവഗണിക്കുക, ആവശ്യമുള്ള സമയത്ത് അകറ്റി നിർത്തുക. ഇത് മാത്രമേ ജനാധിപത്യ രാജ്യത്തിന് മുന്നോട്ട് പോകാനുള്ള വഴിയായിട്ടുള്ളൂ. അപ്പോൾ മതവെറി കൊണ്ടോ മതാന്ധത കൊണ്ടോ നമുക്കിവിടെ ഒന്നും നേടാനാവില്ല. കൃത്യമായ അധ്വാനം കൊണ്ട് മാത്രമേ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാനാവൂ. നട്ടെല്ലുള്ള ഭരണ സംവിധാനങ്ങളാണെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളെ പോലെ തന്നെ അല്പമെങ്കിലുമൊക്കെ നാട്ടിലെ പൗരന്മാർക്ക് അല്പം കൂടെ ആശ്വാസം നൽകുന്ന തരത്തിൽ, പിന്നെ പ്രത്യുൽപാദനപരമായിട്ടുള്ള പരിപാടികളും വ്യാവസായിക വളർച്ചയും ഒക്കെ നേടാൻ ആ തരത്തിലുള്ള പ്രവർത്തികളും ആവശ്യമുണ്ട്. അപ്പോൾ കൃത്യമായ നയരൂപീകരണത്തിലൂടെ കാര്യങ്ങളെല്ലാം പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരികയും ജനോപകാരപ്രദമായ രീതിയിൽ ഭരിക്കാനുമൊക്കെ കഴിയുന്ന തരത്തിലേക്ക് പുതിയൊരു ജനാധിപത്യ സംവിധാനം വരട്ടെ എന്ന് മാത്രമുള്ള ഒരു പ്രാർത്ഥനയാണുള്ളത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.